ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അച്ഛൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതാണോ? അതേ മോളെ, ഇനി ഏതായാലും മഹിമ വന്നിട്ടേ പോകുന്നുള്ളൂ. മോള് തനിച്ചല്ലേ? അരബിക്ക് സപ്പോർട്ടായിട്ടുള്ള തൂണിലേക്ക് ചാരിയിരുന്നു കൊണ്ട് സൂര്യ പറഞ്ഞു. അച്ഛൻ ഓഫീസിലേക്ക് പൊക്കോളൂ. അത് വേണ്ട, ഞാൻ അവൻ വന്നിട്ട് പൊക്കോളാം. ഇന്ന് കോവിലത്തേക്ക് വരില്ല നിങ്ങൾ? ഉണ്ടാകില്ല അച്ഛാ, മയറിനോട് ഞാൻ കുറേ പറഞ്ഞതാ തിരിച്ചു പോകാന്ന്, പക്ഷെ കേൾക്കണ്ടേ. അവനിവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നത് പതിവാണ്. ആര് പറഞ്ഞതിന് മറുപടിയായി സൂര്യ പറഞ്ഞു. ആ മഹി വന്നു, എന്നാ ഞാൻ പോവാ മോളെ. താഴെ റോഡരികിലായി മഹിയുടെ വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ടതും സൂര്യ അതും എഴുന്നേറ്റ് ആരുവിനോട് യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിലേക്കുള്ള പടികൾ കയറുന്നതിനിടയിൽ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന മഹിയെ സൂര്യ കണ്ടുവെങ്കിലും കാണാത്ത ഭാവം നടിച്ച് മുന്നോട്ട് നടന്നു. വീടിന് മുന്നിലെത്തിയ മഹി പൂമുഖത്ത് നിൽക്കുന്ന ആരുവിനെ കണ്ട് ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്ന് തറഞ്ഞു നിന്നു. മൺമറഞ്ഞു പോകാത്ത തൻ്റെ അമ്മയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. കയ്യിലുള്ള കവർ തിണ്ണയിലേക്ക് വെച്ച് മഹി ഞെടിയുടെ നേരം കൊണ്ട് ആരുവിൻ്റെ അരികിലേക്ക് ചെന്ന് അവളെ വരിഞ്ഞു മുറുകെ കെട്ടിപ്പിടിച്ചതും പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ആരും ഞെട്ടിപ്പോയിരുന്നു. എന്താ മഹിയേട്ട ഇത്, വിട്! മഹിയുടെ കൈകൾ അയക്കാൻ ശ്രമിച്ച് കുതിരിക്കൊണ്ട് ആര് പറഞ്ഞു. അമ്മ, ശരിക്കും അമ്മയെ പോലെ തോന്നി. ശബ്ദമിടറിക്കൊണ്ട് അത് പറയുമ്പോൾ തൻ്റെ അമ്മയുടെ സ്നേഹം കൊതിക്കുന്ന ആ പഴയ 10 വയസ്സുകാരിൽ തന്നെയായിരുന്നു മഹിയുടെ മനസ്സ്. മഹി പറഞ്ഞതും തൻ്റെ തോളിലിറന്ന കണ്ണുനീരിൻ്റെ നനവും കൂടിയായതും ഒരു നിമിഷം ആരു വല്ലാതെയായി. മഹിയുടെ അവസ്ഥ മനസ്സിലാക്കി എന്നവണ്ണം ആരവനെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ്റെ മുതുകിലും തലയിലും തലോടി. അതെ മതി, ആളുകൾ കാണും, മാറി നിൽക്കട ചെകുത്താനെ. മഹിക്ക് മാറാൻ ഉദ്ദേശമില്ലെന്ന് മനസ്സിലായതും ആര് പതിയവനെ ഷോർട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചെകുത്താനിന്റെ തന്ത. ആര് തന്നെ ചെകുത്താനെന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാതെ അവളിൽ നിന്ന് മടന്നു മാറി ആര്യവന്റെ ഇടുപ്പിലൊരു പിച്ച് വെച്ച് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മഹി പറഞ്ഞു. മഹി ഒരു തള്ളു വെച്ച് കൊടുത്ത് അവനെ നോക്കി കണ്ണുരുട്ടി ആരും മഹിയെ പിച്ചെടുത്ത് വിളിഞ്ഞു. ഞാനും എഴുതി തരണോടി. കുസൃതി ചിരിയോട് ആര്യവന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ട് മഹി ചോദിച്ചു. തൽക്കാല സഹായമൊന്നും വേണ്ട. തൻ്റെ അടുത്തേക്ക് വന്ന മഹിയുടെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞ് അതും പറഞ്ഞ് ആരും മായി കൊണ്ടുവച്ച കവറുകളെല്ലാം എടുത്ത് ഉള്ളിലേക്ക് നടന്നതും ആര് തന്നെ തടഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണ്ടു കൂട്ടിക്കൊണ്ട് മഹിയും അവളുടെ പിറകിയായി ഉള്ളിലേക്ക് പോയി. അതെ, അയാൾ എന്തിനാ വന്നിരുന്നത്? മഹി കൊണ്ടുവന്നതിലുള്ള ഭക്ഷണ സാധനങ്ങൾ കിച്ചണിലെ സ്ലാബിൽ എടുത്തു വെക്കുന്ന ആരുവിന്റെ പിറകിൽ നിന്നുകൊണ്ട് മഹി ചോദിച്ചു. അയാളോ? അതാരാ മഹിയേട്ടാ? മഹി സൂര്യയാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായെങ്കിലും ആരും ഒന്നും അറിയാത്ത പോലെ തന്നെ ജോലി തുറന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ പോയില്ലായിരുന്നു അയാള്. ആരിവിന്റെ ചോദ്യം കേട്ട് പരങ്ങിക്കൊണ്ട് മഹി പറഞ്ഞു. മഹിയേട്ടൻ ഇത് ആരെക്കുറിച്ചായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വീണ്ടും അവൾ ഒന്നും അറിയാത്ത ഭാവം നടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ അച്ഛൻ എന്തിനാ വന്നത്? തപ്പി തടഞ്ഞുകൊണ്ട് മഹി പറഞ്ഞത് കേട്ട് ആര് തിരിഞ്ഞ് മഹിയെ ഗൗരവത്തിൽ നോക്കി. അപ്പൊ മഹിയേട്ടന് അറിയാം വന്നത് അച്ഛനാണെന്ന്. എന്നിട്ടാണോ അയാൾ ഇയാളെന്നൊക്കെ പറയുന്നത്? എന്തൊക്കെയായാലും ഇതൊക്കെ മോശമാണ്. ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ചുണ്ടിന് കിട്ടും. ആരും മഹിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ എന്തിനാ വന്നിരുന്നത്? തല ചൊരിഞ്ഞുകൊണ്ട് മഹി ആരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. നമ്മൾ ഇത്രയും നേരമായിട്ട് അങ്ങോട്ട് ചെല്ലാത്തത് കണ്ട് അമ്മ ഭക്ഷണം കൊടുത്തു വിട്ടിരുന്നു, അതുകൊണ്ട് വന്നതാ. ഇവിടെ വന്നപ്പോ ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞപ്പോ മഹിയേട്ടൻ വരുന്നവരെ ഇവിടെ ഇരുന്നതാ. കുഞ്ഞു ടേബിളിലുള്ള ഭക്ഷണപാത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആര് പറഞ്ഞു. ഈ ഡ്രസ്സൊക്കെ മഹിയേട്ടൻ വാങ്ങിയതാണോ? സാധനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞതും ആരും ആ കവറിലുണ്ടാകുന്ന 2 ജോഡി ഡ്രസ്സ് എടുത്ത് നിവർത്തിക്കൊണ്ട് ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് നിനക്ക് കൊടുക്കാനൊന്നുമില്ലെന്ന്, അതുകൊണ്ട് വാങ്ങിയതാ. മഹി പറഞ്ഞത് കേട്ട് ആരുവിന്റെ മുഖം വിടർന്നു. അവൾക്ക് വേണ്ട എല്ലാ ഡ്രസ്സും ഉണ്ടായിരുന്നു. അതിലൊരു ടോപ്പ് എടുത്ത് ആരും നിവർത്തി നോക്കി. അതവൾക്ക് കറക്റ്റ് പാകമായിരുന്നു. മഹിയോടെ എങ്ങനെ തൻ്റെ കറക്റ്റ് അളവിന് ഡ്രസ്സ് കിട്ടിയെന്ന് ആര് ചോദിക്കാൻ ഒരുങ്ങിയതും അവൻ്റെ വായിൽ നിന്ന് നല്ലൊന്നും വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആരും മഹിയോട് ഒന്നും ചോദിച്ചില്ല. എന്നാലേ ഞാൻ ഡ്രസ്സ് മാറ്റി ഇതിട്ടിട്ട് വരാം. ഒരു കൂട്ടം ഡ്രസ്സ് എടുത്ത് ബാക്കിയുള്ളത് വൃത്തിയായി കവറിലേക്ക് മടക്കി വെച്ചുകൊണ്ട് ആര് പറഞ്ഞു. വേണ്ട, ഈ തന്നെ മതി, പിന്നെ മാറ്റാം. ആരുവിനെ തടഞ്ഞുകൊണ്ട് മഹി പറഞ്ഞതും ആര് പിന്നെ എതിർത്തൊന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മഹി പോയതും പാത്രമെല്ലാം കഴുകി വെച്ച് ആര് റൂമിലേക്ക് വരുമ്പോൾ മഹി ബെഡിൽ ഫോണും നോക്കി കിടക്കുകയായിരുന്നു. മഹിയേട്ടാ? ആരും മഹിക്കരികിൽ വന്നിരുന്നു കൊണ്ട് വിളിച്ചതും മഹി ഫോണിൽ നിന്നും മുഖമുയർത്തി ആരുവിനെ നോക്കി.
ആ ഫോണൊന്ന് തരുമോ, അമ്മക്ക് വിളിക്കാനാ. നീ അവർക്ക് വിളിക്കണ്ട, എന്നോട് സംസാരിച്ചോ. എന്നാലും അവർക്ക് വിളിക്കണ്ട. ആരും എന്തിനും വിളിക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മാഹി പറഞ്ഞു. എൻ്റെ ഫോൺ ഞാൻ കൊണ്ടുവരാത്തോണ്ടല്ലേ മാഹിയേട്ട ഞാൻ ചോദിച്ചത്. മാഹി പറഞ്ഞത് കേട്ട് ആര് പറഞ്ഞു. ഞാൻ തരില്ല, നീ എന്നോട് സംസാരിച്ചാൽ മതി. വേറുള്ളവരോടൊന്നും കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ആരുവിനെ പിടിച്ച് വലിച്ച് ബെഡിലേക്ക് ഇട്ട് അവളെ ഇറുകെ പിടിച്ചുകൊണ്ട് മാഹി പറഞ്ഞു. എന്തോന്നാ മാഹിയേട്ടത്, അമ്മ പാവല്ലേ. തലനം വരിഞ്ഞു മുറുക്കിയ മാഹിയോട് ചേർന്ന് കിടന്നുകൊണ്ട് ആര് ചോദിച്ചു. ആയിരുന്നു, പക്ഷെ എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്നവരെ ഞാൻ ഇന്ന് വെറുത്തു. എനിക്കിപ്പോൾ അവരെ ഇഷ്ടമില്ല. ആരുവിനെ കൂടുതൽ ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിരക്കിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നുകൊണ്ട് മാഹി പറഞ്ഞു. ഇതൊക്കെ സാധാരണയുള്ള കാര്യങ്ങളാണ് മാഹിയേട്ടാ. എത്ര പേർക്ക് ഇതുപോലെ സ്വന്തം അച്ഛനും അമ്മക്കും പാടുന്ന സ്ഥാനത്ത് വേറൊരാൾ സ്വീകരിക്കുന്നുണ്ട്. മാഹിയെ ചേർത്ത് പിടിച്ച് അവൻ്റെ മുടിയിൽ വിരലോടിച്ചുകൊണ്ട് ആര് പറഞ്ഞു. ഞാൻ മരിച്ചാൽ നീ വേറെ കല്യാണം കഴിക്കില്ലേ? ആരുവിൻ്റെ കഴുത്തിൽ നിന്ന് മുഖം വീട്ടിക്കൊണ്ട് അവളെ നോക്കി മാഹി ചോദിച്ചു. വാ തുറന്ന വേണ്ടാത്ത മാത്രമേ പറയൂ. മാഹി പറഞ്ഞത് കേട്ട് അവനെ കവളിപ്പിച്ച് കെറുവോട് ആര് പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? ഞാനില്ലാതെയായ നീ എൻ്റെ സ്ഥാനത്തേക്ക് വേറൊരാൾ തിരഞ്ഞെടുക്കും അരിശി? ആരുവിൻ്റെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് മാഹി ചോദിച്ചു. ഒരിക്കലുമില്ല, എനിക്കിപ്പോൾ എൻ്റെ ഈ ചെകുത്താൻ ഒത്തിരി ഇഷ്ടമാണ്. ഒരിക്കലും എൻ്റെ ഈ മാഹിയേട്ടൻ്റെ സ്ഥാനത്ത് വേറൊരാൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എനിക്ക്. മാഹിയുടെ മുഖം തൻ്റെ കയ്യിൽ കോരിയെടുത്ത് സ്നേഹത്തോടെ അവൻ്റെ ഇരു കവിളിലും മാറി മാറി ചുംബിച്ചുകൊണ്ട് ആര് പറഞ്ഞു. ശരിക്കും അവൾക്ക് മാഹിയെ താൻ ഇത്രമാത്രം സ്നേഹിക്കുന്നതും മുൻപ് താൻ പ്രാണനായി സ്നേഹിച്ചിരുന്ന ദേവന്റെ ഒരു തരി ഓർമ്മ പോയിട്ട് അവനോട് മുൻപുള്ള ഒരു ഇഷ്ടത്തിന്റെ ചെറുകണിക പോലും തന്നിലില്ലാത്തതുമൊക്കെ അവളിൽ അത്ഭുതമായി നിറച്ചിരുന്നു. ഇതുപോലെയാകില്ലേ എൻ്റെ അമ്മ അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ടാകുക. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ സ്നേഹം സത്യമല്ല. അതുകൊണ്ടല്ലേ അമ്മക്ക് പകരം മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ചെറിയ കുട്ടികളെ പോലെ ഒരു കാര്യം തന്നെ ഉറപ്പിച്ച് പറയുന്ന മാഹിയെ ആരും ഒന്നും പറയാതെ നോക്കിക്കിടന്നു. അവനോടിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എൻ്റെ അമ്മ ഉണ്ടായിരുന്നത് വരെ സുന്ദരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അന്നൊക്കെ ഞങ്ങൾ 3 പേരും ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ടാ തിരികെ പോയിരുന്നത്. ശരിക്കും സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു. ആരുവിനെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് മാഹി പറഞ്ഞതും ഒരമ്മയുടെ സ്നേഹത്തോട് ആരും മാഹിയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ പറയുന്നത് കേട്ട് കിടന്നു. അവനെൻ്റെ അച്ഛൻ്റെ ഭാര്യയായി വരുന്നത് വരെ അച്ഛനായിരുന്നു എനിക്കെല്ലാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ വേണമെങ്കിൽ പറയാം. എൻ്റെ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞു കൂടെ വളരുമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചിരുന്നു. അന്ന് മുതൽ ഒരു ഏട്ടനാകുന്നത് സ്വപ്നം കണ്ടായിരുന്നു എൻ്റെ നടപ്പ്. പക്ഷെ എല്ലാം തകർന്നു. അമ്മ പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഒതുങ്ങിക്കൂടിയ അച്ഛനെ പഴയപടിയാക്കാനെന്നും പറഞ്ഞ് എല്ലാവരും കൂടി നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിച്ചു. അതിനുശേഷം അത്രമേൽ സ്നേഹിച്ചിരുന്ന അച്ഛനെ ഞാൻ വെറുത്തു തുടങ്ങിയത്. എല്ലാം ഓർത്തതും ഒരു തുള്ളി കണ്ണുനീര് അവൻ്റെ കണ്ണിൽ നിന്നും അവളിലേക്ക് ഉറ്റി വീണു. പോട്ടെ മഹേട്ട, ഇനി കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എൻ്റെ മഹേട്ട ഞാനില്ലേ. തൻ്റെ മാറിലമർന്ന മഹിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ആര് പറഞ്ഞ് അവനെ തന്നിലേക്ക് അടുപ്പിച്ച് മഹിയുടെ ചുവന്ന് കലങ്ങി ഇരു കണ്ണിലും മാറി മാറി ചുംബിച്ചു. മഹിയുടെ നെറ്റിലും കവിളിലും എല്ലാം ചുണ്ടുകൾ ചേർത്ത് ആരും മഹിയുടെ അതരങ്ങളിൽ അമർത്തി ചുംബിച്ച് അവൾ ആ ചുണ്ടുകൾ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു. മഹിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു, കൈകൾ അവളിൽ മുറുകി. അവളെന്നാൽ ആർത്തിയോടെ കടിച്ചു വലിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു. അവളവൻ്റെ കീച്ചുണ്ട് കടിച്ചുവിട്ട് മേൽചുണ്ടൊന്ന് നുണഞ്ഞു വലിച്ചു. ആരും മഹിയുടെ കവിളിൽ തലോടിക്കൊണ്ട് പിറകിലേക്ക് കൈയടിച്ച് നീങ്ങി തലമുടിയിൽ കുരുത്തി പിടിച്ച് തന്നിലേക്ക് അമർത്തിയതും മഹി അവളുടെ ദേഹത്തേക്ക് പൂർണ്ണമായി അമർന്നു പോയതും ആരുവിന്റെ ശരീരത്തിലെ മാർദ്ദവത്തിൽ അവൻ അവളുടെ സാരിക്കടയിലൂടെ വയറിൽ അമർത്തി പിടിച്ച് ലക്ഷ്യബോധമില്ലാതെ ചലിക്കുന്ന ആരുവിന്റെ കൈകളുടെ പ്രവർത്തനം അവളുടെ സാമീപ്യം കൊണ്ട് അവനിലെ പുരുഷന്റെ ഭാവം ഉണർന്നു. ആരു മഹിയുടെ അധരങ്ങളെ മോചിപ്പിച്ചത് ഞൊടിയുടെ നേരം കൊണ്ട് മഹി ആരുവിന്റെ അധരങ്ങളെ വായിലാക്കി നുണയാൻ തുടങ്ങി. അവളവന്റെ പുറത്തും തോളിലും ആഞ്ഞമർത്തി പിടിച്ചു. ആര് ചുംബിച്ചതിനേക്കാൾ 10 മടങ്ങ് ആവേശത്തിൽ ആരുവിനെ ചുംബിച്ചുണർത്തി. ഇരുവരുടെയും ശിൽക്കാരങ്ങളും കുരുകളും ആ മുറിയിൽ അലയടിച്ചിരുന്നു. സെക്കൻഡുകളും മിനിറ്റുകളും കുഴിഞ്ഞുപോയി. അല്പം അകന്ന ചുണ്ടുകളാൽ ആഞ്ഞു ശ്വാസം വിടുന്നവളുടെ ചുണ്ടുകൾക്കിടയിലൂടെ തന്നെ നാവാൻ അകത്തേക്ക് കയറ്റിയ സമയം തന്നെ അവളുടെ തോളിൽ നിന്നും സാരി ഒഴിഞ്ഞു മാറ്റി വലങ്കൈ അവളുടെ ഇടതുമാറിൽ മുറുക്കി. ആര് സീൽക്കാരത്തോടൊന്ന് പിടഞ്ഞ് അവന്റെ മുതുകിൽ അള്ളിപ്പിടിച്ചു. നാവിനറ്റം വരെ ചുഴന്നിറങ്ങിയ മഹിയുടെ നാവ് ആരുവിനെ അപ്പാടെ തളർത്തിക്കളഞ്ഞു. എന്നാൽ തന്റെ മാറിലും വയലിലും ആഴമേറിയ പൊക്കിൽ ചുടിയിലും പായുന്ന മഹിയുടെ കൈകൾ ആരും തടഞ്ഞില്ല. നാവിൽ നിന്നും വീണ്ടും മധുരത്തിലേക്ക് വന്ന ചുംബനം ഇരുവരും ഏറെ ആസ്വദിച്ചു. ആ നിമിഷം അണിവയലിലൂടെ താഴേക്ക് ഇറങ്ങിയ കൈയിനെ മുറുകെ പിടിച്ച് തടഞ്ഞു നിർത്തിയതും മഹി വീണ്ടും വീണ്ടും ആഴത്തിൽ ആരുവിനെ ചുംബിച്ചു കൊണ്ടിരുന്നു. മിനിറ്റുകൾ കുഴിഞ്ഞു പോയിട്ടും അവർ പിന്മാറിയില്ല.
പരസ്പരം ഗാഠമായി പുണർന്ന് വരിഞ്ഞു മുറുകി ചുംബിച്ചുകൊണ്ടിരുന്നു. ശ്വാസം വില്ലനായി വന്നതും മാഹി പതിയെ ആരുവിന്റെ അതിരങ്ങളെ മോചിപ്പിച്ചതും അവൾ അങ്ങനെ തന്നെ കിടന്ന് ശ്വാസം വിട്ടുകൊണ്ടിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കി. വിയർത്ത് കുളിച്ച് സിന്ദൂരമൊക്കെ ആകെ പടർന്നു. മുടിയെ കുലഞ്ഞ് ആകെ ഒരു വശ്യമായ കോലമായി തോന്നി മഹിക്ക്. അണപ്പ് കാരണം കൂമ്പിയടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് മഹിയെ നോക്കിയതും ആ നിമിഷം തന്നെ മഹി ആരുവിന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയതും ആരും ഒന്ന് പിടഞ്ഞുപോയി. മഹിയേട്ട! വികാരാവേശത്തിൽ ആരുവിൽ നിന്ന് ഉയർന്ന ആർത്തനാമം മഹിയുടെ സിരകളിൽ അഗ്നി പടർത്തി. ആരുവിന്റെ കഴുത്തിലെല്ലാം മഹിയുടെ ചുണ്ടുകൾ ചുംബനം ചാർത്തി ഒഴുകി നടന്നു. അവളുടെ കഴുത്തിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ മഹി തന്റെ നാവിനാൽ ഒപ്പിയെടുത്തു. ഒപ്പം കൈകൾ കൊണ്ട് ആരുവിന്റെ ഇരുമാറിനെ ഞെരിച്ചുടച്ചതും ആരും ഒന്ന് പിടഞ്ഞ് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് തനിയെന്ന് ഉയർന്ന നാദത്തെ അടക്കി നിർത്തി. മഹിയുടെ കൈകൾ കൊണ്ട് ആരുവിന്റെ ബ്ലൗസിന്റെ ഉക്ക് അഴിയുന്നതും ബ്ലൗസും മറ്റും തന്നിൽ നിന്നും അടർത്തി മാറ്റുന്നത് അറിഞ്ഞതും മഹിയെ തടയാതെ ആരും അവന് വിധേയായി നിന്നു.